ഈ പെണ്ണെ എന്താ പറഞ്ഞേ? ആരായി അഭിനവ്? പിന്നെ എന്താ സംഭവിച്ച റോഷ്നി? അയാൾ എന്നോട് പറഞ്ഞു അഭിനവിന്റെ ഫോട്ടോ എന്റെ ഫോണിൽ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാൻ. എന്താ കാരണം എന്നറിയില്ല, പക്ഷേ അയാൾ അഭിനവിന്റെ ഫോട്ടോ കണ്ടതും ടെൻഷൻ അടിക്കാൻ തുടങ്ങി. അഭിനവിന്റെ ഫോട്ടോ സൂം ചെയ്ത് നോക്കിയിട്ട് അയാൾ ചോദിച്ചു, ഈ മോതിരം? എനിക്ക് മനസ്സിലായില്ല ആ ഗാങ്സ്റ്റർ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നതെന്ന്. അയാൾ അപ്പൊ തന്നെ എന്നെ വെറുതെ വിട്ടു. അതിന്റെ കാരണം എന്താണെന്നും എനിക്ക് അറിയില്ല. എടാ മണ്ടന്മാരെ, ഇതെങ്ങാനും ടൈഗർ സാ പറഞ്ഞ എന്നെ നേരിട്ട് വന്ന് വെടിവെച്ച് കൊല്ലും. പെട്ടെന്ന് കെട്ടഴിക്കേ പെങ്ങളെ, വേഗം പൊക്കും. വാട്ട്? ഇതെങ്ങനെ പോസിബിൾ ആകും? അമ്മ, ആ പോക്കറ്റ് അടിക്കാരന്റെ പുറകെ ഓടാൻ പോലും പേടിച്ചു ഒരുത്തനെ ഈ അണ്ടർവേൾഡ് ഗ്യാങ്സ്റ്ററിനെയൊക്കെ എങ്ങനെയാ പരിചയം? മാത്രമല്ല അയാൾ എന്തിനാ അവന് ടൈഗർ എന്ന് വിളിച്ചത്? ഇവര് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. അവനിപ്പോ എവിടെയാ? അമ്മ, എന്റെ ഭർത്താവ് അഭിനവ് ഇത്രയും പവർഫുൾ ആണോ? അവൻ ഇത്രയും പവർഫുൾ ആണെങ്കിൽ പിന്നെന്തിനാ ഒരു അടിമയെ പോലെ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്? ദൈവമേ, ഇട്ടം കേട്ടിട്ട് എനിക്ക് തല പിളരുന്നു. ശരിക്കും അഭിനവ് തന്നെയാണോ ടൈഗർ? എങ്കിൽ എന്തുകൊണ്ടാണ് അവൻ ഒരു പേടിത്തൊണ്ടനെ പോലെ അഭിനയിക്കുന്നത്? എന്തുകൊണ്ടാണ് അവൻ ആ കള്ളന്മാരുടെ പുറകെ പോവാത്തത്? മാത്രമല്ല ഗ്യാങ്സ്റ്റേഴ്സിനെ വരെ പേടിപ്പിക്കുന്ന അഭിനവ് എന്തുകൊണ്ടാണ് ഒരു അടിമയെ പോലെ ഭാര്യ വീട്ടിൽ വേലക്കാരിയുടെയും അമ്മായിയമ്മയുടെയും ഭാര്യയുടെയും വഴക്ക് കേട്ട് ജീവിക്കുന്നത്? ഒരു ഡെലിവറി ബോയായി അവൻ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾ അനന്യയുടെ മനസ്സിലൂടെയും കടന്നുപോയി. അപ്പോൾ അവളുടെ അമ്മ ശാർമിള പറഞ്ഞു, അനന്യ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ജോലിക്ക് പോകാതെ വീട്ടിൽ ഈച്ച അടിച്ചിരിക്കുന്ന ഒരുത്തൻ, അവനെ ഒരു ഗാങ്സ്റ്റർ എങ്ങനെയാ പേടിക്കുന്നത്? പക്ഷെ ആ തലതെറിച്ചവൻ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇനി ഇതിനേക്കാൾ വലിയ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം. അനന്യ, വാ വീട്ടിൽ പോവാം. അവൻ വരുമ്പോൾ നല്ലത് രണ്ട് ചോദിക്കാനുണ്ട്. അനന്യയും അവളുടെ അമ്മയും വീട്ടിലെത്തി. എന്നാൽ അഭിനവ് അവിടെയും ഉണ്ടായിരുന്നില്ല. എവിടെ പോയി ചത്തു തൊലഞ്ഞോ എന്തോ. അന്ന് മുഴുവൻ അനന്യയുടെ ചിന്ത അതായിരുന്നു. അഭിനവിന്റെ രഹസ്യം എന്താണ്? അവൾ പലതവണ അഭിനവിനെ ഫോണിൽ വിളിച്ചു. പതുക്കെ പതുക്കെ അവൾക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. അഭിനവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ? അഭിനവ് ഇനി വല്ല ഗ്യാങ്സ്റ്ററോ ഡോണോ മറ്റോ ആണോ? പകൽ ഉണർന്നപ്പോൾ അഭിനവ് തിരിച്ചെത്തി എന്നറിഞ്ഞ അനന്യ അവനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഹലോ, ഇതെന്താ അഭിനവ്? നിങ്ങൾ കാർ എടുക്കുകയാണോ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ റോഷ്നി, നിങ്ങളുടെ ഭാര്യയുടെ കൂട്ടുകാരിയാണ്. വിക്രമിന്റെ പാർട്ടിയിൽ വെച്ച് അഭിനവ് റോഷ്നിയെ കണ്ടിരുന്നു. അന്ന് അഭിനവ് അവളോട് സംസാരിച്ചില്ലെങ്കിലും പാർട്ടിയിൽ വെച്ച് അവൾ തുടർച്ചയായി അഭിനവിനെ നോക്കുന്നുണ്ടായിരുന്നു. അഭിനവ് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒന്നും യഥാർത്ഥമല്ലെന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു. ഈ ചോദ്യം ഞാൻ നിങ്ങളോടാ ചോദിക്കണ്ടേ? നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ഒരു കാർ വാങ്ങാൻ വരാൻ കഴിയും? നിങ്ങളൊരു ദരിദ്രനാണെന്നാണല്ലോ അനന്യ എന്നോട് പറഞ്ഞത്. അതെ, ഞാനൊരു പാവപ്പെട്ടവനാണ്. ഞാനിത് എന്റെ ബോസിന് വേണ്ടി വാങ്ങുകയായിരുന്നു. റോഷ്നി കുറച്ചുനേരം അവനെ നോക്കിയിട്ട് പറഞ്ഞു, നേരോ? നിങ്ങൾ കള്ളം പറയുമല്ലേ? ഞാൻ എന്തിനു നിങ്ങളോട് കള്ളം പറയണം? എനിക്കറിയില്ല. വേണ്ട, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അനന്യയെ ഇങ്ങോട്ട് വിളിക്കാം. ദൂരെ നിന്നെങ്കിലും അവൾ നിങ്ങളെ കാറിൽ കാണുമ്പോൾ സന്തോഷിക്കും. വേണ്ട വേണ്ട, അവളെ എന്തിനാണ് ഇവിടേക്ക് വിളിക്കുന്നത്? അവളെ എന്തിനും ബുദ്ധിമുട്ടിക്കണം? റോഷ്നി പറ, റോഷ്നിക്ക് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്തു തരണം. നിങ്ങൾ എനിക്കൊരു ട്രീറ്റ് തരുമോ? എന്താ, നിങ്ങൾ എന്നെ ട്രീറ്റിന് കൊണ്ടുപോവില്ലേ? നോക്ക്, ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ കൂട്ടുകാരിയാണ്. നിങ്ങൾ എന്റെ ആവശ്യം തള്ളിക്കളയുമെന്ന് ഞാൻ കരുതുന്നില്ല. അഭിനവ് മറുപടി പറയുന്നതിന് മുൻപ് റോഷ്നി കാറിന്റെ വാതിൽ തുറന്ന് പാസഞ്ചർ സീറ്റിലിരുന്നു. അപ്പോഴേക്കും മാനേജർ രേഖകളുമായി വന്നു. അദ്ദേഹം രേഖകൾ അഭിനവിന് നൽകി. അഭിനവും ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. റോഷ്നി ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്ന് അവൻ അറിയാമായിരുന്നു. ഈ സാഹചര്യത്തിൽ അവൻ അവളെ വിക്രമിന്റെ ഹോട്ടലിലേക്കാണ് കൊണ്ടുപോയത്. വഴിയിലുടനീളം ചഹദ് അഭിനവിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൾക്ക് തന്നിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് അഭിനവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വിക്രമിന്റെ ഹോട്ടലിന്റെ താഴെ അഭിനവിന്റെ കാർ പാർക്ക് ചെയ്തു. ബിസിനസ്സിൽ ഈ വിക്രം ആരെ അനുസരിക്കില്ല, മനസ്സിലായോ? ശരി, ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാം ടൈഗർ. അഭിനവിന്റെ ഫോൺ റിങ് ചെയ്തു. അത് വിക്രമിന്റെ കോളാണെന്ന് അവൻ കണ്ടു. വിക്രം? ഹലോ ടൈഗർ, എന്തു പറ്റി? എന്റെ ഓഫീസിന് താഴെ നിങ്ങളുടെ കാർ വരുന്നത് ഞാൻ കണ്ടു. എല്ലാം ഓക്കെ അല്ലേ? യെസ് യെസ്, സത്യത്തിൽ ഞാൻ ഹോട്ടലിൽ ഒരാളുമായി ലഞ്ച് കഴിക്കാൻ വന്നതാണ്. അത് ഞാൻ കണ്ടു. നിങ്ങളൊരു കാര്യം ചെയ്യ്, ആദ്യം എന്റെ ഓഫീസിലേക്ക് വരൂ. ഞാൻ എന്റെ VIP കാർഡ് തരാം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും VIP പരിഗണന ലഭിക്കും. എന്തുപറ്റി? നമുക്ക് പോവാം. റോഷ്നി, ഇവിടെ നിൽക്കൂ. എനിക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, ഞാനത് തീർത്തിട്ട് വരാം. റോഷ്നി അവൻ പോകുന്നത് നോക്കി നിന്നു.
അത് വിക്രമിന്റെ ഓഫീസാണെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. എന്നാൽ അഭിനവ് അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്തിനാണ് വിക്രം അവനെ അങ്ങോട്ട് വിളിച്ചത്? റോഷ്നി അഭിനവിനെ സംശയിക്കാൻ തുടങ്ങി. വെൽക്കം ടൈഗർ, വെൽക്കം. ഓൾ ഗുഡ്? യെസ്, ഓൾ ഗുഡ്. ഇതാണ് VIP കാർഡ്. ഹാവ് ഫൺ. താങ്ക് യു. അവൻ താഴേക്ക് ഇറങ്ങി വന്നു. ഈ സമയം റോഷ്നി ഹോട്ടലിന്റെ പുറത്ത് നിൽക്കുകയായിരുന്നു. പോകാമോ? രണ്ടുപേരും ഹോട്ടലിന്റെ അകത്തേക്ക് കയറി. അതിനുശേഷം അവിടെ ഒരു ടേബിളിന്റെ അടുത്തിരുന്നു. അഭിനവാണെങ്കിൽ റോഷ്നിയെ നോക്കുന്നത് പോലുമില്ലായിരുന്നു. എന്നാൽ റോഷ്നി അഭിനവിനെ നോക്കിക്കൊണ്ടിരുന്നു. എന്തുപറ്റി? എല്ലാം ഓക്കെ അല്ലേ? ഹാ, എല്ലാം ഓക്കെയാണ്. നീ ഈ ഓഫീസിലാണോ ജോലി ചെയ്യുന്നത്? നമുക്കെന്തെങ്കിലും ഓർഡർ ചെയ്താലോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. വെയിറ്റർ. അഭിനവ് റോഷ്നിയുടെ ചോദ്യം മനഃപൂർവ്വം ഒഴിവാക്കി. ഹലോ സർ, ഹൗ മേ ഐ ഹെൽപ്പ് യു? നീ എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, സത്യമായിട്ടില്ല. ഞാൻ എന്തിനാണ് വെറുതെ നിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കുന്നത്? 1 സെക്കൻഡ്. അഭിനവ് തനിക്കും റോഷ്നിക്കും വേണ്ടിയുള്ള ഓർഡർ കൊടുത്തു. 2 ജ്യൂസ് പ്ലീസ്. നീ എന്ത് ജോലിയാ ചെയ്യുന്നത്? ഞാനൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ചെറിയൊരു ജോലി ചെയ്യുന്നു. ഇത് വിക്രം സാറിന്റെ കമ്പനി അല്ലേ? ആ, അതെ. ഹലോ ഗോർജിയസ്, യു ആർ സോ ബ്യൂട്ടിഫുൾ. എങ്ങോട്ട് വരണ്ടെന്നാ വിചാരിച്ചത്, പക്ഷെ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ നിനക്കൊരു കിടിലൻ ട്രീറ്റ് ഓഫർ ചെയ്യട്ടെ? അവന്റെ മുഖത്ത് വഷളത്ത് നിറഞ്ഞ ഒരു നോട്ടമുണ്ടായിരുന്നു. റോഷ്നിക്ക് അവന്റെ ഉദ്ദേശം മനസ്സിലായി. റോഷ്നിക്ക് മാത്രമല്ല, അഭിനവിന് മനസ്സിലായി. നിനക്ക് കണ്ടൂടെ? ഓൾറെഡി ഷീസ് ഇൻ എ ഡേറ്റ് വിത്ത് മീ. ആണോ? ഞാൻ കരുതി നീ ഇവളുടെ കുഞ്ഞനുജനാണെന്ന്. നീ ഇവളുടെ കൂടെ ഡേറ്റിന് വന്നതാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സ്നേഹത്തോടൊന്ന് പറയട്ടെ, ഇറങ്ങി പോടാ ഇവിടുന്ന്. അഭിനവ് കുറച്ചുനേരം മിണ്ടാതിരുന്നു. ഇവൻ എവിടെ വരെ പോകുമെന്ന് അവൻ അറിയണമായിരുന്നു. അപ്പോഴേക്കും റോഷ്നിയുടെ അടുത്തേക്ക് വന്ന് അവൻ പറഞ്ഞു, നിന്റെ സൗന്ദര്യം കണ്ടാലറിയാം നീ ഏതോ നല്ല കുടുംബത്തിൽ നിന്നുള്ളതാണെന്ന്. നീ ഇവനെ പോലെയുള്ളവന്മാരുടെ കൂടെ ഡേറ്റിന് വരാൻ പാടില്ലായിരുന്നു. സ്റ്റാൻഡേർഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? നിന്നോട് അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? പോടാ ഇറങ്ങി. നീ എൻ്റെ കൂടെ വാ. ട്രസ്റ്റ് മീ, നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഐ വുഡ് സേ യു ഡോണ്ട് ഡിസേർവ് സച്ച് എ ഡൗൺ മാർക്കറ്റ് ബോയ്സ്. ജനിച്ച ഉടനെ ഉപേക്ഷിച്ച അലവലാതി. അഭിനവിന് ഇത് കേട്ടപ്പോൾ സഹിക്കാനായില്ല. അവൻ എല്ലാ അതിരുകളും ലംഘിച്ചിരുന്നു. എന്താ നീ പറഞ്ഞത്? തന്തയ്ക്ക് പറഞ്ഞതിന് അവൻ ശരിക്കും വാങ്ങിച്ചു. അഭിനവ് മറ്റെന്തും സഹിക്കും, പക്ഷേ അച്ഛനെ കുറിച്ച് മോശമായ ഒരു വാക്ക് പോലും സഹിക്കില്ല. നീ എന്താ പറഞ്ഞത്? ജനിപ്പിച്ച ഉടൻ അച്ഛൻ ഉപേക്ഷിച്ചവനല്ലേ? നിന്റെ അച്ഛൻ എന്താണ് നിന്നെ പഠിപ്പിച്ചത്? എടാ നീ. അവൻ അഭിനവിനെ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവന്റെ വായിൽ നിന്നും ഒരക്ഷരം പുറത്തു വന്നില്ല. അവന്റെ മുഖത്ത് പേടി നിറഞ്ഞിരുന്നു. എന്താ ഇവിടെ നടക്കുന്നേ? ഇതൊരു റെപ്യൂട്ടഡ് ഹോട്ടലാണ്, മീൻചന്തയല്ല. മാനേജർ, ഇങ്ങനെയുള്ളവന്മാരൊക്കെയാണോ ഈ ഹോട്ടലിൽ കയറി ഇറങ്ങുന്നത്? അവനെ കുറിച്ച് അധികം അടിച്ചതായിട്ട് അഭിനവിനും തോന്നി. കണ്ടില്ല എന്നെ അടിച്ചത്? മൂക്കും മുഖവും എല്ലാം ഇടിച്ചില്ലാതാക്കി. മാനേജർ ആദ്യം അവനെ നോക്കി, അത് കഴിഞ്ഞ് അഭിനവിനെ നോക്കി. അഭിനവ് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് മാനേജർ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ VIP കസ്റ്റമറിനെ ഉപദ്രവിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇവൻ ഞങ്ങളെയാണ് ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇവന്റെ അടുത്ത് എത്ര തവണ വേണ്ട എന്ന് പറഞ്ഞു എന്നറിയാമോ? എന്നിട്ട് അവൻ പിന്മാറിയില്ല. അപ്പൊ പിന്നെ ഇതിന്റെ കൂടെ എന്റെ അച്ഛനെ പറ്റി മോശമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ കേട്ടത് ശരിയാണോ? കള്ളം, പച്ച കള്ളം. അല്ല, ഈ നിസാര കാര്യത്തിനാണോ നിങ്ങൾ ഇദ്ദേഹത്തെ ഉപദ്രവിച്ചത്? എന്തൊക്കെയാണെങ്കിലും ശരി, നിങ്ങൾ ഇദ്ദേഹത്തോട് മാപ്പ് പറയണം. മാപ്പ് പറയണോ? ഞാൻ ഇവനോടോ? ഇവൻ എന്നോടും എന്റെ ഫ്രണ്ടിനോടും മാപ്പ് ഇങ്ങോട്ട് പറയണം. പറയടാ മാപ്പ്. എടാ നാറി, വാ അടച്ച് മാപ്പ് പറയടാ. നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്. എന്നോട് മാപ്പ് ചോദിക്കാതെ നിനക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. പ്രശ്നങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ റോഷ്നി ഇടയിൽ കയറി മാനേജറിനോട് സംസാരിച്ചു. പ്രശ്നം അഭിനവന്റെ അടുത്തല്ല, ദാ ഇവന്റെ അടുത്താ. ഇവനാണ് എന്നെ ശല്യം ചെയ്യാൻ വന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ലഞ്ച് കഴിക്കാൻ വന്നതാണ്. അതിപ്പോ എന്തായാലും ശരി, ഇദ്ദേഹം മാപ്പ് ചോദിച്ചേ പറ്റൂ. മാനേജർ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അഭിനവിന് മനസ്സിലായി. അയാൾ അഭിനവിനെ അവന്റെ വസ്ത്രം കണ്ട് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞിരുന്നു. തന്റെ മുന്നിൽ മറ്റു വഴികളില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അഭിനവ് പോക്കറ്റിൽ നിന്നും വിക്രമിന്റെ കാർഡ് പുറത്തെടുത്തു. അത് മാനേജർക്ക് നീട്ടി. തനിക്കറിയാമോ ഈ കാർഡ് എനിക്ക് ആരാണ് തന്നതെന്ന്? ഇതിൽ എഴുതിയത് വായിച്ചതിന് ശേഷം താനൊരു തീരുമാനം എടുത്തോളൂ. മാനേജർ അഭിനവിന്റെ കാർഡ് വാങ്ങിച്ചതിന് ശേഷം അത് സൂക്ഷിച്ചു നോക്കി. കാർഡിൽ എഴുതിയിരിക്കുന്ന പേര് കണ്ടതും അയാളുടെ കണ്ണുകൾ തള്ളിപ്പോയി. അഭിനവിന്റെ കയ്യിൽ വിക്രമിന്റെ കാർഡ് ഉണ്ടെങ്കിൽ അതിനർത്ഥം വിക്രമും അഭിനവും പരിചയക്കാരാണെന്നാണ്. പെൺകുട്ടികളോട് സംസാരിക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോയി അമ്മയോട് ചോദിച്ചു പഠിക്കേ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടതെന്ന്. വാ പോകാം. അഭിനവ് റോഷ്നിയെയും തന്റെ കൂടെ കൂട്ടി അവിടെ നിന്നും പുറത്തേക്ക് പോയി. രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. ഇതെല്ലാം സംഭവിച്ചത് കണ്ടിട്ട് റോഷ്നി മനസ്സിൽ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് അവൻ അറിയണമായിരുന്നു. എന്നാൽ കൂടുതൽ എന്തെങ്കിലും ചോദിച്ച് അവൾക്ക് സംശയം ഉണ്ടാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. നീ ഓക്കെ അല്ലേ? സോറി,
നിന്റെ മൂഡും ഇന്നത്തെ ലഞ്ചും നശിപ്പിച്ചതിന്. നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ആഹാരം കഴിക്കാം. ഓക്കെ, ഞാൻ ഇന്ന് മുഴുവൻ ഫ്രീയാ. അവൾ പറഞ്ഞത് കേട്ട അഭിനവ് കാർ മറ്റൊരു ഹോട്ടലിന്റെ മുന്നിലേക്ക് തിരിച്ചു. ആ ഹോട്ടലിന്റെ മുന്നിൽ കാർ നിർത്തി അവർ പുറത്തേക്ക് ഇറങ്ങി. ഹോട്ടലിന്റെ പേര് വായിച്ചതിന് ശേഷം റോഷ്നിയെയും കൊണ്ട് അവൻ അകത്തേക്ക് കയറി. ഈ ഹോട്ടൽ ഡേവിഡ് തരകന്റേതാണെന്ന് അഭിനവിന് മനസ്സിലായി. ഹോട്ടലിനൊപ്പം ഡേവിഡ് വലിയൊരു മാഫിയ ബിസിനസ്സും നടത്തുന്നുണ്ട്. മാഫിയ ലോകത്ത് ടൈഗറിന്റെ പേര് എത്രത്തോളം വലുതാണോ അതുപോലെ വലുതാണ് ഡേവിഡ് തരകന്റെ പേര്. എത്ര ബിസിനസ്സും ആളുകളുമാണോ ടൈഗറിന് അടുത്തുള്ളത് അത്രയും തന്നെ ഡേവിഡ് തരകന്റെ കയ്യിലുമുണ്ട്. ഇരു സംഘങ്ങൾക്കുമിടയിൽ പല ഭിന്നതകളുമുണ്ട്. ഇന്ന് ഡേവിഡിനെ കാണേണ്ടി വരുമോ എന്ന സംശയം അഭിനവിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോ എന്റെ അടുത്ത് നീ നിന്നെ കുറിച്ചൊന്നും പറയില്ലെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞല്ലേ? എന്തിനെ കുറിച്ചാ? അഭിനവിന് മനസ്സിലായി റോഷ്നിയുടെ ഉള്ളിൽ ഈ സംശയങ്ങൾ കറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന്. എന്തുവാടോ ഒളിപ്പിച്ചു വെക്കാൻ ഇതിന് മാത്രം എന്ത് രഹസ്യം ഉള്ളത്? അല്ല, നിനക്ക് എന്താ അറിയേണ്ടത്? നീയുമായിട്ട് സംസാരിക്കുമ്പോ നിന്നെ കുറിച്ചല്ലേ എനിക്ക് അറിയണ്ടേ? അല്ല, അതിന് നിന്റെ അടുത്ത് പറയാൻ മാത്രം എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇതും പറഞ്ഞ് റോഷ്നിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ഡേവിഡ് സാർ, ഇനി ഈ സിറ്റിയിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ പോവുകയാണ്. അതെ, മാർക്കറ്റിൽ നിന്നും ടൈഗർ അപ്രത്യക്ഷമായതോടെ അവന്റെ പേരും ഇല്ലാതായി. തൊട്ടടുത്ത് നിൽക്കുന്നവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അഭിനവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ ടൈഗറിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മാത്രം അവന് മനസ്സിലായില്ല. അഭിനവേ പറയടോ, എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ എന്തിനാ വെറുതെ ഒളിപ്പിക്കുന്നത്? ടൈഗർ അപ്രത്യക്ഷനായിട്ടില്ല. ടൈഗർ ജീവനോടെയുണ്ട്. അവൻ വൈകാതെ തന്നെ തിരിച്ചു വരും. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ജോണി, അധികം കുടിക്കരുതെന്ന്. നിന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓരോ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവന്മാരുടെ ധൈര്യം കണ്ടില്ലേ? ഡേവിഡ് തരകന്റെ ഹോട്ടലിൽ ഇരുന്ന് ടൈഗറിനെ കുറിച്ച് പറയുന്നു. ഒന്നെങ്കിൽ ഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന് മാത്രം ധൈര്യം കാണും. മണ്ടത്തരം പോലും. മണ്ടത്തരം നീയാണ് പറയുന്നത്. ടൈഗറിനെ ഡേവിഡ് തരകനുമായിട്ട് കമ്പയർ ചെയ്യുന്നു. വിസ്കിയും നാടൻ ചാരയുമായി എന്ത് താരതമ്യം? ഞാൻ പറയുകയാണ്, ടൈഗർ ജീവനോടെയുണ്ട്. ഹി വിൽ റിട്ടേൺ സൂൺ. ജോണി പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ അഭിനവ് ശരിക്കും ഞെട്ടി. ജോണി മദ്യത്തിന്റെ പുറത്ത് പറയുന്നതാണോ അതോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണോ എന്ന് അവൻ അറിയണമായിരുന്നു. അഭിനവ്, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? നീ എന്റെ കൂട്ടുകാരിയോട് കള്ളം പറയുകയാണോ? ഏത് കൂട്ടുകാരി? അനന്യ. അനന്യ? ഇല്ല, ഞാൻ എന്തിനാണ് അവളോട് കള്ളം പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. പിന്നെ റോഷ്നി, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ പോകണം. നിനക്കറിയാലോ, ഞാൻ അനന്യയുടെ ഭർത്താവാണ്. വീട്ടിലെത്താൻ ഒരല്പം വൈകിയാൽ അവൾ എന്നെ കൊല്ലും. അവൾക്ക് സംശയം തുടങ്ങും. സംശയമോ? നിന്നെ കുറിച്ചോ? അവൾക്ക് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. നിന്നെ കുറിച്ച് അവൾ ചിന്തിക്കുന്ന പോലും ഇല്ല. പിന്നെ എന്തിനാ അവൾക്ക് നിന്നെ സംശയം? അതെ, എനിക്കറിയാം. എങ്കിലും എനിക്കിപ്പോ പോയേ പറ്റൂ. ഞാൻ നിന്നെ വീട്ടിൽ വിടണോ? നമ്മൾ ഇനി എപ്പോഴാ കാണുക? ഇതിന് മറുപടി പറയാതെ റോഷ്നിക്കൊപ്പം അഭിനവ് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴാണ് കുറെ പേർ ചേർന്ന് ഒരു പയ്യനെ തല്ലിച്ചതയ്ക്കുന്നത് അഭി കണ്ടത്. എന്തിനാ നിങ്ങൾ ആ പാവത്തിനെ തല്ലുന്നത്? നിനക്കറിഞ്ഞിട്ട് എന്ത് കാര്യം? കാര്യമുണ്ടല്ലോ. ഇവിടുന്ന് 2 കാലിൽ വീട്ടിലേക്ക് പോകണമെങ്കിൽ മിണ്ടാതെ സ്ഥലം വിട്ടു. തടി കേടാക്കാൻ നിൽക്കണ്ട. ചേടാ, ഈ ലൈൻ ഞാൻ നിന്നോട് പറയാൻ വരികയായിരുന്നു. എന്റെ ഡയലോഗ് മോഷ്ടിച്ചതിന് നിനക്ക് കുറച്ചുകൂടി തല്ല് കിട്ടും. ഹീറോ കളിക്കാൻ നിക്കല്ലേ. കൊച്ചിയിൽ ഇപ്പൊ ഹീറോയിസിന് മാർക്കറ്റില്ല. മിണ്ടാതെ വിട്ടോ, അല്ലേ ഞങ്ങൾക്ക് ഒന്നിന് പകരം 2 കുഴി എടുക്കേണ്ടി വരും. അഭിനവ് ഇതിന് ഒരു മറുപടി നൽകിയില്ല. അവൻ ആ ആളുകളെ നോക്കി എണ്ണം തിട്ടപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ആ പയ്യൻ പിറകോട്ട് മാറി. അവസാനം അഭിനവ് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ മോർച്ചറിയിലേക്ക് വിളിച്ചു പറയണം. 1, 2, 3, 4 മൊത്തം 4 ചേംബർ മാറ്റി വെക്കാൻ. 2 പേര് ആ 4 ബോഡിയും കൊണ്ട് ഉടനെ വരുന്നുണ്ടെന്ന്. അടിക്കളായി പൊട്ടിയെ. ആ ഗുണ്ടകൾ അഭിയെ തല്ലാനായി അടുത്തു. അഭിനവും അവരെ നേരിടാൻ പൂർണ്ണമായി തയ്യാറായിരുന്നു. നിമിഷങ്ങൾക്കകം അഭിനവ് അവിടുത്തെ അന്തരീക്ഷവും സമയവും മാറ്റിമറിച്ചു. അവന്റെ അടികൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി 4 ഗുണ്ടകളും നിലം പൊട്ടി. രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലെന്ന് കരുതി
മരണത്തെ കൺമുന്നിൽ കണ്ടു നിന്നിരുന്ന ജോണി എന്ന പേരുള്ള ആ പയ്യൻ അഭിനവിന്റെ ഈ രൂപം കണ്ട് ഞെട്ടിപ്പോയിരുന്നു. അവനെ സംബന്ധിച്ച് അഭിനവ് ദൈവത്തിന് തുല്യനായിരുന്നു. അപ്പോൾ അവനെ രക്ഷിച്ച് അവിടെ നിന്നും കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ജോണി ചോദിച്ചു, ചേട്ടാ, നിങ്ങൾ ആരാ? എന്തിനാണ് നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചത്? അഭിനവ് അവന് മറുപടി നൽകിയില്ല. അവൻ ആ പയ്യന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി. അഭിനവിൽ നിന്നും ഉത്തരം അറിയാൻ അവൻ അക്ഷമനായിരുന്നു. ഞാൻ ആരാണെന്ന് നിന്നോട് പറയാം, പക്ഷെ ആ രഹസ്യം ആരോടും പറയില്ലെന്ന് നീ എനിക്ക് വാക്ക് തരണം. തന്റെ ജീവൻ രക്ഷിച്ച അഭിനവിന് വേണ്ടി അത്രയുമെങ്കിലും ചെയ്യണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ഞാൻ ടൈഗറാണ്. അത് കേട്ടതും ജോണി ഞെട്ടലോടെ 2 ചുവട് പിറകോട്ട് വെച്ചു. അവന്റെ കണ്ണുകൾ വിടർന്നു. അവൻ കണ്ണിമ ചിമ്മാതെ അഭിനവിനെ നോക്കി. താൻ കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അവന് മനസ്സിലായില്ല. ജോണി കണ്ണിമ വെട്ടാതെ അഭിനവ് പോകുന്നത് നോക്കി നിന്നു. അവിടെ നിക്കടാ, എവിടേക്കാ നീ കയറി പോന്നേ? പുറത്തു പോ. അപ്പോഴാണ് ദേവൻ അവിടേക്ക് വന്നത്. അവൻ അഭിയെ നോക്കി ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു, ഓഹോ, ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടേക്ക് വന്നത്? സെക്യൂരിറ്റി, ഈ ദരിദ്രവാസിയെ ഒരു കാരണവശാലും അകത്തേക്ക് കടത്തിവിടരുത്. വിക്രം സാറിനെ ശല്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവൻ ഇവിടേക്ക് വന്നത്. എടാ, ഞാൻ നിനക്കൊരു അഡ്വൈസ് തരാം. നീ ഒരു ദരിദ്രവാസിയാണെന്ന കാര്യം ആദ്യം നീ അക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ദേവന്റെ സംസാരം കേട്ട് അഭിനവിന് ദേഷ്യം വന്നു. ദേവന്റെ മോശം പെരുമാറ്റം അവനെ മടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അഭിക്ക് വേണമെങ്കിൽ ദേവന് മറുപടി കൊടുക്കാമായിരുന്നു. പക്ഷെ തന്റെ ഫോൺ എടുക്കുന്നതാണ് നല്ലതെന്ന് അവൻ കരുതി. അവൻ വിക്രമിനെ വിളിക്കാൻ പോവുകയായിരുന്നു. എന്നാൽ വിക്രമിനെ വിളിക്കുന്നതിന് മുൻപ്, ഇവിടെ എന്താ നടക്കുന്നേ? അബി എന്റെ കൂടെ വന്നതാ. യു വാണ സേ സംതിങ്? ദേവനിപ്പോ പോ. അബി എന്റെ കൂടെ വരൂ. ദേവൻ ഒരു നിമിഷം അപമാനിതനായ പോലെ തോന്നി. അന്ന് പാർട്ടിയിൽ വെച്ചും പിന്നെ ഇപ്പോഴും ദേവൻ അബിയുടെ മുന്നിൽ തോൽക്കേണ്ട അവസ്ഥ വന്നു. ഞാൻ ഇവിടെ വരുന്ന കാര്യം നിങ്ങൾ വിക്രമിനോട് പറഞ്ഞിരുന്നോ? ഇത് കേട്ട ഉടനെ ജെനിയുടെ കാതുകൾ കൂർത്തു. ജോലിക്ക് വേണ്ടി വന്ന അഭിനവിനെ പോലെ എനിക്ക് നിങ്ങളുടെ കുറച്ച് വിവരങ്ങൾ ആവശ്യമുണ്ട്. നിങ്ങളുടെ ഓഫീസ് നാളെ മുതൽ ആരംഭിക്കും. പെർഫെക്റ്റ്, താങ്ക് യു. എന്നാൽ ലീഡർ വരുന്നതിന് മുൻപ് അവൻ അത്തരത്തിലുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഈ സാഹചര്യത്തിൽ അനന്യയുടെയും അവളുടെ മാതാപിതാക്കളുടെയും മുന്നിൽ തന്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയാണ് അവൻ മാനേജർ പോസ്റ്റ് ആവശ്യപ്പെട്ടത്. എന്നാൽ അഭിനവ് അവിടെ എന്തെടുക്കാൻ വന്നതാണെന്ന് ദേവൻ ഇപ്പോഴും മനസ്സിലായിരുന്നില്ല. ടൈഗർ ഗ്രൂപ്പിന്റെ മാനേജർ വിക്രവുമായി അഭിനവിന് എന്താണ് കണക്ഷൻ? പിറ്റേ ദിവസം അനന്യയുടെ അമ്മയ്ക്ക് ഒരു ന്യൂസ് ലഭിച്ചു. ശർമിള മാഡം, നിങ്ങളുടെ ദരിദ്രനായ മരുമകൻ അഭിനവില്ലേ, അവൻ ട്രാവൽ ചെയ്ത് വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അഭിനവിനെ മോചിപ്പിക്കാൻ 200 കോടിയാണ് അവർ റാൻസം ചോദിക്കുന്നത്. എന്ത്? അവന്റെ പ്ലെയിൻ ഹൈജാക്ക് ആയെന്നോ? ഇതിനേക്കാളൊരു നല്ല ന്യൂസ് വേറെ ഇല്ല. ഞാൻ അവനെ ഇറക്കാൻ 200 രൂപ പോലും ചെലവാക്കില്ല. അപ്പോഴാണ് 200 കോടി. ആരാ എന്തിനാ ഇത് ആവശ്യപ്പെടുന്നത്? ഇന്നലെ വരെ വേലക്കാരിയുടെ തെറി കേട്ടിരുന്ന ഭാര്യയുടെ തെറിവിളി കേട്ട് ജോലിക്കാരന്റെ മുറിയിൽ കിടന്നിരുന്ന വെറും 100 രൂപ വിലയുള്ള ഷർട്ട് ഇട്ടിരുന്ന അഭിനവ് അവന് വേണ്ടി 200 കോടിയുടെ മോചന ദ്രവ്യം ആരായിരിക്കും ആവശ്യപ്പെട്ടത്? അനന്യ, നീ കേട്ടോ അഭിനവിന്റെ കാര്യം? അമ്മ, എനിക്ക് ഈ അഭിനവിന്റെ കാര്യത്തിൽ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓർമ്മയില്ലേ, കുറച്ച് ഗുണ്ടകൾ ചേർന്ന് റോഷ്നിയെ തട്ടിക്കൊണ്ടുപോയത്? അവരും ഈ അഭിനവിനെ പേടിച്ച അവളെ വെറുതെ വിട്ടത്. കഴിഞ്ഞ ദിവസം അവന് ടൈഗർ ഗ്രൂപ്പിന്റെ വിക്രം സാറിന്റെ കോളും വന്നിരുന്നു. ഞാൻ കരുതി വല്ല സ്പാം കോളും ആയിരിക്കും, ഇഗ്നോർ ചെയ്തേക്കാമെന്ന്. രഘുചേട്ടൻ അവന് സാധനം വാങ്ങാൻ പറഞ്ഞയച്ച ശേഷം ഈ തമ്പുരാൻ പിന്നെ മടങ്ങി വന്നിട്ടുമില്ല. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, ഈ അഭിനവിനെ എന്ത് കണ്ടിട്ടാ ഹൈജാക്കേഴ്സ് പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ബാക്കി എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് ഇവനെ മാത്രം പിടിച്ചു വെച്ചിരിക്കുന്നു മണ്ടന്മാർ. മാത്രമല്ല, എന്താ അവരുടെ ഡിമാൻഡ്? 200 കോടിയോ? എനിക്ക് തോന്നുന്നത് ഈ അഭിനവ് തന്നെ അവരോട് പറഞ്ഞു കാണും അവന്റെ ഭാര്യ വീട്ടിൽ 200 കോടിയുടെ സ്വത്തുണ്ടെന്ന്. അനന്യ മാഡം, അഭിനവ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവൻ സൈലന്റ് ആണ്. പക്ഷെ ഹൈജാക്ക് ചെയ്തവർ തന്നെയാണ് പറഞ്ഞത് 200 കോടി കിട്ടിയില്ലെങ്കിൽ അഭിനവിനെ അവർ കൊന്നുകളയുമെന്ന്. അപ്പോ പിന്നെ അവനെ രക്ഷിക്കാൻ നമ്മുടെ മുഴുവൻ സ്വത്തും വിറ്റു തുളയ്ക്കണോ? അവൻ ചാകട്ടെ, അത് തന്നെയാണ് നല്ലത്, അനന്യയ്ക്കും ഈ ഫാമിലിക്കും. ഷാർമിള TV ഓൺ ചെയ്തു. അപ്പോൾ ടിവിയിൽ കണ്ട ന്യൂസ് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചു. കൊച്ചിയിൽ നിന്നും തുർക്കിയിലേക്ക് പോയി ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അഭിനവ് എന്ന ആളെ ബന്ദിയാക്കി അവർ 200 കോടിയാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇതല്ല. അജ്ഞാതനായ ഒരു കോടീശ്വരൻ അയച്ച 500 കോടിയുമായി അഭിനവിനെ രക്ഷിക്കുവാൻ വന്നവർ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് ചെന്നതും ഉള്ളിൽ നിന്ന് വെടിയൊച്ചകൾ കേട്ടു. ഹൈജാക്കേഴ്സ് പൈസ വാങ്ങിയ ശേഷം അഭിനവിനെ വധിച്ചതാണോ? ഈ ചോദ്യത്തിന് ഉത്തരം അറിയുവാൻ മുഴുവൻ രാജ്യവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ വാർത്ത കേട്ടതും അനന്യയും ശാർമിളയും കണ്ണു മിഴിച്ചു നിന്നു. അനന്യ വിശ്വാസം വരാതെ ചോദിച്ചു, ആരായിരിക്കും അഭിനവിനെ രക്ഷിക്കാൻ 500 കോടി അയച്ചത്? മുത്തശ്ശന്റെ കയ്യിൽ പോലും അത്രയും പൈസ ഇല്ലല്ലോ. ഈ അഭിനവ് എപ്പോഴാ ഇത്രയും ഇമ്പോർട്ടന്റ് ആയത്? അവന് വേണ്ടി 500 കോടി മുടക്കാൻ വരെ ആളുകളുണ്ടോ?
അനന്യ, ഇവൻ ശരിക്കും ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ദരിദ്രനും അനാഥനുമായ അഭിനവിനെ രക്ഷിക്കുവാൻ വേണ്ടി ഇത്രയും പൈസ അയച്ചത് ആരായിരിക്കും? ഫ്ലൈറ്റിനുള്ളിൽ കേട്ട വെടിയൊച്ച അഭിനവിന്റെ ജീവനെടുത്ത് കാണുമോ? അഭിനവിന്റെ ഫോണിലേക്ക് വന്ന ആ കോൾ ആരുടെയായിരുന്നു? എനിക്ക് തോന്നുന്നത് നമ്മുടെ കയ്യിൽ വന്നുപെട്ടത് വളരെ പവർഫുള്ളും പണക്കാരനുമായ ഒരു ഇരയാണെന്നാണ്. അവൻ ചത്തെങ്കിൽ അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. അഭിനവ് സർ ജീവനോടെ ഉണ്ടാകുമോ മേഡം? അവന് വെടി കൊണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ശവം പോലും അവര് വിട്ടുതരില്ല. ഇനി അത് കിട്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ്. അഭിനവ് സർ ശരിക്കും ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഷട്ട് അപ്പ്. നീ നമ്മുടെ മാനേജറാണ്, ആ കാര്യം മറക്കരുത്. ഐ ഹാവ് പ്രൂഫ് മാഡം. ഇത് നോക്ക്. ഇതിൽ ആരുടെയും പേര് പോലും ഇല്ലല്ലോ. വാട്ട് നോൺസെൻസ്. ഇത് അഭിനവ് സാറിന്റെ ഫയലാണ്. ഇന്നലെ പച്ചക്കറി വാങ്ങാൻ പോയപ്പോ വണ്ടിയിൽ മറന്നു വെച്ചതാണ്. ഇവിടുത്തെ അടുക്കള പണി ചെയ്യുന്നവന്റെ കയ്യിൽ 1 രൂപ പോലും ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. ശാർമിള ഫയൽ തുറന്നു വായിക്കാൻ തുടങ്ങി. അതിലെ ചില കാര്യങ്ങൾ വായിച്ചപ്പോൾ അവരുടെ ഹൃദയം നിലയ്ക്കുന്നത് പോലെ തോന്നി. അവർ ഞെട്ടലോടെ അലറി. അനന്യ, നമുക്ക് തെറ്റുപറ്റി. നീ ഇപ്പോ തന്നെ അഭിനവിനെ വിളിച്ചിട്ട് ആദ്യം തന്നെ അവനോട് മാപ്പ് പറയ. ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കാര്യം പോക്കാ. അഭിനവിന്റെ സത്യം നമ്മൾ അറിയാതെ പോയല്ലോ. അനന്യ, ഫോൺ ചെയ്യാൻ. ഒരു മിനിറ്റ്. എന്താണ് അഭിനവിന്റെ യാഥാർത്ഥ്യം? എന്താണ് ആ ഫയലിൽ എഴുതിയിരിക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറയോ അതിലെന്താണെന്ന്? കോൾ വിളിക്ക. ശാർമിളയെ ഞെട്ടിക്കുന്ന എന്ത് വിവരങ്ങളാണ് ആ ഫയലിൽ ഉണ്ടായിരുന്നത്? അനാഥനും ദരിദ്രനുമായ അഭിനവിന് വേണ്ടി ഇത്രയും കാശ് അയച്ചത് ആരാണ്? എന്തുകൊണ്ടാണ് ഒരു ഗ്യാങ്സ്റ്റർ അഭിനവിന്റെ ഫോട്ടോ കണ്ട് പേടിച്ചത്? ഒരു പേടിത്തൊണ്ടനെ പോലെ ജീവിച്ചിരുന്ന അഭിനവിന്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയായിരിക്കും ഈ കഥയിൽ സംഭവിക്കുക? ഇനിയും എത്ര രഹസ്യങ്ങളാണ് പുറത്തു വരാനുള്ളത്? ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.